പ്രകൃതി ദുരന്തങ്ങൾ വരണമെന്നില്ല മനുഷ്യത്വം ഉണ്ടാവാൻ. ഒരു കാര്യം ചിന്തിക്കുക, എറണാകുളം ജില്ലയിലുള്ളവർക്കും മുൻ വർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടവർക്കൊക്കെ ഇതിൻ്റെ തീവ്രത അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങിയ നമ്മുടെ സ്ഥലം, നമ്മുടെ വീട്, നമ്മുടെ റൂം, നമ്മുടെ മക്കളൊക്കെ ആസ്വദിച്ച് കിടന്ന നമ്മുടെ മുറ്റം എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ പ്രളയം, അവിടെ വെള്ളം, ചെളി. പിന്നെ അവർക്ക് മാറി താമസിച്ച് ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ സ്വന്തം മക്കളെ തണുത്തുറഞ്ഞ ശരീരവുമായി കിടന്നുറങ്ങേണ്ടി വരികയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് പോയി ജുമുഅ അവിടെ കൂടി ഈരാറ്റുപേട്ടക്കാർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സംഭാവന കൊടുത്ത്, നമ്മളാൽ കഴിയുന്ന കുറച്ച് തുണികളും മറ്റെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫിദ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ നടത്തിയ ഉദ്യമം അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് പലരും അവരാൽ കഴിയുന്ന രീതിയിൽ സംഭാവനകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ കയ്യിലില്ല, ഉള്ളതൊക്കെ എടുക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല. നമ്മളെയും കൊണ്ട് പറ്റുന്ന, നമ്മുടെ കുടുംബം പട്ടിണിയാവാത്ത രീതിയിൽ നമ്മളെയും കൊണ്ട് പറ്റുന്ന ഹദിയകളൊക്കെ ചെയ്യുക. ഇനിയും നമുക്ക് ഈ ഒരു ദിവസം കൂടെ സമയമുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഈ കളക്ഷൻ വെച്ചിരിക്കുന്നത്. പരമാവധി തുകകൾ കളക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സാധനങ്ങൾ മേടിച്ച് ഒരു 100 വീട്ടിലേക്ക് കുറഞ്ഞത് അവരുടെ വീടുകളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്ത് നമ്മളവിടെ എത്തിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് 2018 പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷമുണ്ടായ പല പ്രശ്നങ്ങളിലും ഫിദ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി അലുമിനി സംഗമം, അഷ്അരിയ ദഅവ സ്റ്റുഡൻസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് സഹായങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിഷയം വന്നപ്പോൾ അവർക്ക് അവിടെ കൊണ്ടുപോയി ഭക്ഷണവും വസ്ത്രസാധനങ്ങളും എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കി ദുരന്തം ബാധിച്ചപ്പോഴും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ റബീഉൽ അവ്വലിൽ നമ്മൾ ഓരോ കേന്ദ്രങ്ങളിലും വൃദ്ധസദനങ്ങളിലും മറ്റും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളായി നമ്മൾ എത്താറുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സലാമത്തുണ്ടാകുക എന്നുള്ള, മറ്റുള്ളവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ പറ്റുക. അതിന് നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ അംശത്തിനാണെങ്കിലും നിങ്ങൾ പങ്കെടുക്കുക. കാരണം സ്വതഖത്തു റദ്ദുൽ ബലാഗ്, നമുക്കുണ്ടാകുന്ന മുസീബത്തുകൾ തടയാൻ സ്വതക്ക വലിയ കാരണമാണ്. അപ്പോൾ നമുക്ക് എത്രയോ വലിയ മുസീബത്തുകൾ വരാം, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരാളുടെ അടുത്തേക്ക് നമുക്ക് ചോദിച്ച്, മറ്റൊരാൾ നമുക്ക് വേണ്ടി ചോദിക്കാൻ അവർക്ക് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ പോലും, തോന്നണമെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ഹദിയകൾ വളരെ ചുരുക്ക സമയം കൂടെ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അയച്ചു തരിക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മളവിടെ ചെയ്തതിൻ്റെ റിസൾട്ടുകളും, നിങ്ങളിൽ ഒരാൾ ചെയ്ത 1 രൂപ പോലും അവിടെ ഒരു പാവപ്പെട്ടവൻ്റെ അടുക്കലും എത്താണ്ടിരിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിക്കും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഹദിയകൾ അയച്ചു തരിക. അല്ലാഹു തആല ഇതിനു വേണ്ടി പങ്കെടുക്കുന്ന, മനസ്സുകൊണ്ട് പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ പോലും, സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, മാനസികമായിട്ടെങ്കിലും പങ്കെടുക്കുക. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, നിർബന്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അയച്ചു തരാൻ മടിയില്ലാത്ത ഒരു 5 പേര് 10 പേരുടെ അടുക്കലേക്ക് നിങ്ങൾ നിർബന്ധിച്ച് എത്തിച്ചു കൊടുക്കുക. ആ കാരണം മതി. നമ്മൾ അതിന് പങ്കെടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് മതി. ചിലപ്പോൾ നമ്മൾ കാരണം ഒരു കുടുംബം സന്തോഷപ്പെടാൻ നമ്മൾ കാരണമായി കഴിഞ്ഞാൽ അതിനും വലിയ സന്തോഷം വേറൊന്നുമില്ല. ആരാ എന്താണെന്ന് പോലും ഒരാളുടെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പാവങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകണേ. നാളെ നമ്മൾക്കും അവരുടെ സ്ഥാനത്ത് നമ്മളാകാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മളെ കഴിയുന്ന സാധിക്കുക എന്നുള്ള സംഭവം സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഇൻഷാ അല്ലാഹ് കാണുന്ന QR കോഡിലും അവിടെ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു ഹദിയ എത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.